വളരെ സന്തോഷം തോന്നി. ദൈവത്തിന് നന്ദി പറയുന്നതോടൊപ്പം എഡുവിൻ്റിനും വളരെ വളരെ നന്ദി ടു ഹെൽപ്പ് മീ ടു പാസ് ഓവർ ദിസ് വൺ. ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ പാസ്സാകുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം സെക്കൻഡ് അറ്റംപ്റ്റ് വരുമ്പോൾ അതിന് വീണ്ടും ഒരു ഡിഫിക്കൽറ്റി എല്ലാം ഫീൽ ചെയ്യും. ഡ്യൂട്ടിയുടെ അവേഴ്സ് വെച്ചിട്ട് ഡിഫിക്കൽട്ടായിരുന്നു. നൈറ്റ് ഡ്യൂട്ടി വരുമ്പം നമുക്ക് തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല. ആ സമയത്ത് റെക്കോർഡിംഗ് ക്ലാസ്സസ് നമുക്ക് ആക്സസ് ചെയ്യായിരുന്നു. അങ്ങനെ നമുക്കൊരു കണ്ടിന്യൂറ്റി കിട്ടുന്നുണ്ടായിരുന്നു. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള തിയറി ക്ലാസ്സസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടോ, ക്ലാസ് മിസ്സാക്കുന്നുണ്ടോ ഒക്കെ വളരെ ഗൗരവമായിട്ട് തന്നെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ഒരു 5 സ്റ്റാർ റെക്കമെൻഡേഷൻ തന്നെയാണ് എനിക്ക് തരാനുള്ളത്. ക്ലാസ് ലൈവായിട്ട് അറ്റൻഡ് ചെയ്യാം. സ്പൂൺ ഫീഡിങ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാം. കാനഡയുടെ പ്രോസസ്സിംഗ് ആണ് കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പം വെയിറ്റിംഗ് ഫോർ ഇൻ്റർവ്യൂ. Hi Chinnu. So Chinnu is one of our clients for the NCLEX RN coaching. She has attempted NCLEX RN for the first time and cleared it in the first attempt. I would like to congratulate Chinnu Elsaba Kurian for the great achievement that you have had now. Chinnu, എന്താണ് ഫസ്റ്റ് റിസൾട്ട് കണ്ടപ്പോൾ തോന്നിയത്? ഫസ്റ്റ് താങ്ക് യു സോ മച്ച്. വളരെ സന്തോഷം തോന്നി. ദൈവത്തിന് നന്ദി പറയുന്നതോടൊപ്പം എഡുവിൻ്റിനും വളരെ വളരെ നന്ദി ടു ഹെൽപ്പ് മീ ടു പാസ് ഓവർ ദിസ് വൺ. ചിന്നു, എങ്ങനെയാണ് നമ്മുടെ EduInfoU NCLEX RN കോച്ചിങ്ങിനെ പറ്റി അറിയുന്നത്? നമ്മൾക്ക് പ്രോസസ്സ് ചെയ്യുന്ന ഏജൻസിയാണ് എഡുവിൻ്റെ നമുക്ക് റെഫർ ചെയ്തത്. അവർ പറഞ്ഞു നമുക്ക് പാസിങ് ഒരുപാട് സമയമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് പാസ്സായി എടുക്കണം. ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ പാസ്സാകുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം സെക്കൻഡ് അറ്റംപ്റ്റ് വരുമ്പോൾ അതിന് വീണ്ടും ഒരു ഡിഫിക്കൽറ്റി എല്ലാം ഫീൽ ചെയ്യും. അതുകൊണ്ട് ഇത് വെച്ചിട്ട് പോകുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞു റെഫർ ചെയ്തു. നമ്മളത് ജോയിൻ ചെയ്തപ്പോൾ അത് നല്ലൊരു ഐഡിയ തോന്നി. ക്ലാസ്സിൽ കയറി കഴിഞ്ഞപ്പോൾ എന്താണ് നമ്മുടെ ക്ലാസ് ഡിഫറെൻ്റ് അല്ലെങ്കിൽ ഇത് സ്പെഷ്യലായിട്ട് തോന്നാനുള്ള കാരണങ്ങൾ എന്തായിരിക്കും? ലൈവ് സെക്ഷൻസ് ആയിരുന്നു ക്ലാസ്. നമുക്ക് ഡ്യൂട്ടി ആയിട്ട് പോകുന്ന സമയത്ത് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ എളുപ്പമുണ്ടായിരുന്നു. വർക്കും ഈ പറഞ്ഞ പോലെ പഠിപ്പിൻ്റെ സമയമായിട്ട് ബാലൻസ് ചെയ്ത് പോകാൻ ഹെൽപ്ഫുൾ ആയിരുന്നു നമ്മുടെ സെഷൻസ് ടൈമിലൊക്കെ. ഡ്യൂട്ടിയുടെ അവേഴ്സ് വെച്ചിട്ട് ഡിഫിക്കൽട്ടായിരുന്നു. നൈറ്റ് ഡ്യൂട്ടി വരുമ്പം നമുക്ക് തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല. ആ സമയത്ത് റെക്കോർഡിംഗ് ക്ലാസ്സസ് നമുക്ക് ആക്സസ് ചെയ്യായിരുന്നു. അങ്ങനെ നമുക്കൊരു കണ്ടിന്യൂറ്റി കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ റെക്കോർഡഡ് സെഷൻസ് കുറച്ചും കൂടി റിവൈസ് ചെയ്യാനും ക്ലാസ്സിൻ്റെ കണ്ടിന്യൂറ്റി കിട്ടിയാനും ഹെൽപ്ഫുൾ ആകും. അതെ, മിസ്സാവാതെ നമുക്ക് എല്ലാ പോർഷൻസും കണ്ടിന്യൂ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയത്. നമ്മുടെ ടീച്ചിങ് മെത്തഡോളജി അല്ലെങ്കിൽ നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസ് നമ്മുടെ ട്യൂട്ടർ യൂസ് ചെയ്തിരുന്നത് എങ്ങനെയുണ്ടായിരുന്നു? അത് ഹെൽപ്ഫുൾ ആയിരുന്നു? തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആയിരുന്നു. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള തിയറി ക്ലാസ്സസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഈ റിവിഷൻ ടൈമിൽ റിവൈസ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു എൻവയോൺമെന്റ് ഉണ്ടായിരുന്നു. പ്രസന്റേഷൻസ്, ഈ ഗ്രാസ്പിംഗ്, നമുക്ക് ആ ടോപ്പിക്ക് ഗ്രാസ്പ് ചെയ്യാൻ ഓരോ ഫ്ലോ ചാർട്ടും ഓരോ ഡയഗ്രാംസ് ഒക്കെ യൂസ് ചെയ്ത് പഠിപ്പിക്കുമ്പോൾ അത് ഹെൽപ്ഫുൾ ആയിരുന്നു. വളരെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ തരുന്നുണ്ടായിരുന്നു. ഈച്ച് ഫ്ലോ ചാർട്ട്, പിക്ചേഴ്സ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ പിക്ചേഴ്സ് കാണിച്ചിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും എന്നും പറഞ്ഞ് ഓരോ ഡെർമറ്റോളജി ഡിസീസ് കണ്ടീഷൻസിൻ്റെ ഒക്കെ. അപ്പം അതുപോലെ തന്നെ എനിക്ക് ക്വസ്റ്റ്യനും ഉണ്ടായിരുന്നു സെയിം. സോ ഇറ്റ് വാസ് വെരി യൂസ്ഫുൾ. അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ അത് കണ്ടപ്പോൾ എന്തായിരുന്നു തോന്നിയത്? തീർച്ചയായിട്ടും അവരും ഇത് എക്സാം പാസ്സായിട്ടിരിക്കുന്ന ട്യൂട്ടേഴ്സ് ആണല്ലോ. അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല അതിൻ്റെ എക്സ്പീരിയൻസ് നമുക്കത് ഒത്തിരി ഹെൽപ്ഫുള്ളായി. മോക്ക് ടെസ്റ്റുകളൊക്കെ ഉണ്ടാവില്ലേ ക്ലാസ്സസിൽ? അത് എന്തോരം ഹെൽപ്പ് ചെയ്തു നമ്മുടെ സെൽഫായിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ? ഓരോ വീക്ക്ലി ബേസിസ് ആയിരുന്നു സിസ്റ്റംസ് എടുത്തുകൊണ്ടിരുന്നത്. ചില സിസ്റ്റംസ് 2 വീക്സോളം പോകേണ്ടി വന്നിട്ട് വളരെ ഇലബറേറ്റ് ആയിട്ടുള്ളത്. അപ്പം ഓരോ ആ സിസ്റ്റം കഴിയുമ്പം അതിൻ്റെ മോക്ക് ടെസ്റ്റ് ഉണ്ടായിരുന്നു. വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. ട്യൂട്ടേഴ്സ് നമ്മളോട് തന്നെ പറയും പെർസെൻറ്റേജ് നമ്മൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് മനസ്സിലാക്കുക. സോ വി നോ വെയർ വി ആർ. So that was helpful for us to continue our study. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ കസ്റ്റമർ സപ്പോർട്ട് സിസ്റ്റം? അവരുടെ കോർഡിനേഷൻ കാര്യങ്ങൾ എങ്ങനെയുണ്ടായിരുന്നു? വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു ഫോളോ അപ്പ് ആയിരുന്നു ഫീൽ ചെയ്തിരുന്നത്. നമുക്കൊന്ന് ലേസി ആകാൻ നമുക്ക് ഒട്ടും അവർ നമ്മളെ സമ്മതിച്ചിരുന്നില്ല. They are not allowing us to be. എനിക്ക് വിളിച്ച് ശല്യപ്പെടുത്തുമായിരുന്നോ ക്ലാസ്സിൽ കയറാത്ത എന്താന്നൊക്കെ? ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടോ, ക്ലാസ് മിസ്സാക്കുന്നുണ്ടോ ഒക്കെ വളരെ ഗൗരവമായിട്ട് തന്നെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അതിനെക്കുറിച്ച്. പിന്നെ പറയുന്നുണ്ടായിരുന്നു എക്സാംസിൻ്റെ ഡേറ്റ് എടുക്കുമ്പോഴും ക്ലാസ് കഴിയുമ്പോഴും കോണ്ടാക്റ്റ് വിടരുത്, നമുക്ക് അത് നമ്മളെ അറിയിക്കണം തീർച്ചയായിട്ടും എക്സാമിൻ്റെ ഡേറ്റ്. കാരണം ചിലരൊക്കെ പഠിച്ചു കഴിഞ്ഞ് ഒരുപാട് നാൾ കഴിഞ്ഞിട്ടായിരിക്കും ഡേറ്റ് എടുക്കാൻ ATT. അപ്പം അവരൊരു കീപ്പ് ഇൻ ഓൾവേസ് കോണ്ടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു നമുക്ക് ഫോളോ അപ്പ് കിട്ടാൻ വേണ്ടി. ഡേറ്റഡ് ആയിട്ട് നമ്മുടെ ഫോളോ അപ്പ് സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ? 100%. ഇനി എക്സാം എഴുതാൻ പോകുന്നവർക്ക് എന്താണ് ചിന്നൂന് കൊടുക്കാനുള്ളൊരു ടിപ്പ് ഫ്രം EduInfoU കോച്ചിങ്? ഒരു 5 സ്റ്റാർ റെക്കമെൻഡേഷൻ തന്നെയാണ് എനിക്ക് തരാനുള്ളത്. ക്ലാസ് ലൈവായിട്ട് അറ്റൻഡ് ചെയ്യാം.
സ്പൂൺ ഫീഡിങ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാം. സ്പൂൺ ഫീഡിങ് പറയാൻ കാരണം നമ്മളുടെ ഫാമിലി, ജോലി എല്ലാം വെച്ചിട്ട് നമുക്കൊരു പഠിത്തം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടാണ്, ഒരു ഡിഫിക്കൽട്ട് ടാസ്ക്കാണ്. ദാറ്റ് ടൈം സ്പൂൺ ഫീഡിങ് ഈസ് സോ ഹെൽപ്ഫുൾ ഫോർ അസ്. അതുകൊണ്ടാണ് അപ്പോൾ കുറച്ചും കൂടി ഒന്ന് എക്സാം ഓറിയന്റഡ് ആയിട്ട് പഠിക്കണമെങ്കിൽ നമുക്ക് പഠിക്കാൻ നമുക്ക് ഒരു ഇച്ചിരി സ്പൂൺ ഫീഡിങ് കൂടെ കിട്ടുകയാണെങ്കിൽ നമുക്കതൊരു 100% നമുക്ക് പഠിത്തത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ അവർ നമ്മളെ എൻകറേജ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കോച്ചിങ് ഭാവിയിൽ ചിന്നുടെ ഫ്രണ്ട്സിനോ കൊളീഗ്സിനോ റെഫർ ചെയ്യോ? തീർച്ചയായിട്ടും റെഫർ ചെയ്യും. എൻ്റെ കൂടെ തന്നെ ഒരുപാട് കൺട്രീസിൽ നിന്ന് ആൾക്കാർ പഠിക്കുന്നുണ്ടായിരുന്നു. പലരുടെയും പാസിംഗ് സ്കോർ ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു, എൻ്റെ മുന്നിൽ എക്സാം എഴുതിയവരുടെ. അതൊക്കെ എനിക്കൊരു എൻകറേജ്മെൻ്റ് ആയിരുന്നു. തീർച്ചയായിട്ടും എനിക്ക് ആരെങ്കിലും അങ്ങനെ ഒരു ഹെൽപ്പ് ഞാൻ അറിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഞാൻ എൻ്റെ എഡുവിൻ്റെ ഫോർ യു ഇൻഫോം ചെയ്യും അവരെക്കുറിച്ച്. ഇനി എന്താണ് ഭാവി ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ്? കാനഡയുടെ പ്രോസസ്സിംഗ് ആണ് കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പം വെയിറ്റിംഗ് ഫോർ ഇൻ്റർവ്യൂ. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് ഷീനുടെ വാല്യുബിൾ ആയിട്ട് ടൈം നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ചിറ്റ് ചാറ്റ് സെഷന് വേണ്ടി നമുക്ക് സ്പെൻഡ് ചെയ്തതിന്. എനിവേ കൺഗ്രാജുലേഷൻസ്. ഇനിയിൽ മുന്നോട്ടുള്ള ഓരോ സ്റ്റെപ്പ് എടുക്കുമ്പോഴും നല്ലൊരു തുടക്കമാവട്ടെ. എൻട്ലെക്സാറും പാസ്സായി, ഇനിയിപ്പോൾ ഇത് ഇൻ്റർവ്യൂസിന് വേണ്ടി കാത്തിരിക്കുന്നു, അതും പാസ്സായി. കാനഡയ്ക്ക് ഫ്ലൈ ചെയ്യാനുള്ള ഒരു സമയം എത്തുമ്പോൾ ഐ ഫീൽ ദാറ്റ് വി കുഡ് ഓൾസോ ബി പാർട്ട് ഓഫ് യുവർ കാനഡിയൻ ജേർണി ആൻഡ് മേക്ക് ദാറ്റ് ഡ്രീം കം ട്രൂ. സോ താങ്ക് യു സോ മച്ച് ഷിനു. യു വെൽക്കം. താങ്ക് യു ഓൾസോ. താങ്ക് യു സോ മച്ച്.